ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി. നമുക്കതിനെ വർക്കിൽ കയറിയിട്ടുണ്ട്. അത് നിലവിൽ പറഞ്ഞിരിക്കുന്നവർക്കൊന്ന് ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാറാൻ. പിന്നെ അതുകൂടാണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ ന്യൂട്രാവാനും, അതായത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്കും ഫസ്റ്റിൽ നിന്ന് ന്യൂട്രാവാനൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഓൾറെഡി നമുക്ക് ക്ലച്ചുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി അയച്ചിട്ടുണ്ട്. നിലവിൽ ചെയിൻ സ്പോക്കറ്റ് മാറാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പരമാവധി അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ കൂടെ തന്നെ ലൈനർ മാറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം അത് എന്തായാലും വലിയ താമസിച്ചാണ്ട് തന്നെ അയച്ചു, പിന്നീട് മാറ്റേണ്ടി വരും. ഇപ്പം മാറ്റിച്ചെങ്കിൽ ഇടയ്ക്ക് വീണ്ടും കയറ്റി നമ്മൾ മാറ്റേണ്ട സിറ്റുവേഷൻ വരും. അതേപോലെ തന്നെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് ഫുള്ള് പൊട്ടിയ അവസ്ഥയിലാണ്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ മാറണം. എന്നാലാണ് ആ ചെയിൻ്റെയൊക്കെ മാക്സിമം ലൈഫ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുള്ളൂ. ചെയിനും സ്പോക്കറ്റും മാറാമെന്ന് പറയുമ്പോഴത്തേക്ക് 2 സ്പോക്കറ്റും ചെയിൻ അടങ്ങുന്ന കിറ്റായിട്ടാണ് മാറുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ ഗിയറിൻ്റെ കംപ്ലൈൻ്റാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്, മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചായിരുന്നു. നിലവിൽ കംപ്ലൈൻറ്റ് ക്ലച്ച് ഡിസ്കിൻ്റെയാണ്. പ്രത്യേകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ക്ലച്ച് ലോഡ് ചെയ്ത് നമ്മളറിയാണ്ട് ചെയ്യണതാവാം. ലോഡായി കിടന്ന വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ക്ലച്ചിൻ്റെ പ്ലേറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റിങ് വന്നിട്ട് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ക്ലച്ച് സെറ്റ് ചെയ്യുന്ന ഈ സെൻറ്റർ പ്ലേറ്റ് ക്ലച്ച് നോക്കുമ്പോൾ അറിയാം, ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് സപ്പോർട്ടിങ് വന്ന വീലാണിത്. ഇതുമ്മയ്ക്ക് അത്രയും അങ്ങോട്ടില്ല, പക്ഷേ ഇത് നല്ല രീതിയിൽ തന്നെ ഡാമേജ് വന്നിട്ടുണ്ട്, സ്ക്രാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഈ ക്ലച്ച് ഡിസ്കും അതിൻ്റെ പ്ലേറ്റും ഈ വീലും കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിലിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. ഇതിങ്ങനെ കിടന്ന് ഓടുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ക്ലച്ച് ലോഡായിട്ട് കിടന്ന് ഓടിവിടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ക്ലച്ച് ഈ ഡിസ്കിൻ്റെ ഇത് ആ ഓയിലിലേക്ക് മിക്സായിട്ട് കയറും. അപ്പോൾ നമ്മളതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഓയിൽ ഫിൽറ്റർ അത്യാവശ്യം ഒരു 50% ബ്ലോക്കാണ്. അപ്പോൾ അതും കൂട്ടത്തിൽ കൂടെ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ ആ ഗിയറിൻ്റെ പ്രോബ്ലം സോൾവ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് ഡിസ്കും ഈ വീലും മാറ്റിയാൽ തന്നെയാണ് അത് റെഡി ആവുള്ളൂ. കൂട്ടത്തിൽ കൂടെ എഞ്ചിൻ ഓയിൽ മാറ്റാം, ഈ പറഞ്ഞ ചെയിൻ സ്പോക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആ പാർട്സുകളും കൂടി ചേഞ്ച് ചെയ്യാം. ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്കതുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.